നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വർക്കൗട്ടാണ്. 2022 നടന്ന UP സ്കൂൾ ടീച്ചർ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ഇതിൽ സയൻസ് ചോദ്യങ്ങളുടെ ആറാട്ടായിരുന്നു. അതായത് LP UPക്ക് അറിയാമല്ലോ, എന്തായാലും SCRT സയൻസിന്റെ ആറാട്ടാണ്. എന്നുവെച്ചാൽ സയൻസ് ആണ് നമുക്ക് കൂടുതലായിട്ടും പഠിക്കാനുള്ളത് LP UPക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലെ സയൻസ് നമ്മുടെ ജനറൽ PSCക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SCRT സയൻസ് പക്ക SCRT സയൻസ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഈ എക്സാമിന്റെ സയൻസിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ SCRT സയൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് SCRT സയൻസ് 5 മുതൽ 10 വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലെയും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാ ചാപ്റ്റേഴ്സും ചാപ്റ്റർ വൈസ് ആയിട്ടേ PSCയുടെ മാറിയ പാറ്റേൺ അനുസരിച്ച്, ഇപ്പൊ ആദ്യത്തെ ചോദ്യം തന്നെ കണ്ടില്ലേ, പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ മാറിയ പാറ്റേൺ അനുസരിച്ച് പ്രസ്താവന രീതിയിലും ചിത്രീകരണ രീതിയിലും ഒക്കെ ആക്കിയിട്ട് നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് ടീം ഒരു പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട്. അതാണ് ദ അൾട്ടിമേറ്റ് സയൻസ് മന്ത്ര. സമഗ്ര ക്വസ്റ്റ്യൻ പൂൾ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. SCRT ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പൂളാണ് സമഗ്ര ക്വസ്റ്റ്യൻ പൂൾ. അതിനകത്തെ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് മുഴുവനായിട്ട് തന്നെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ പുസ്തകം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ സ്ക്രീനിൽ ഒരു വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം. അതിൽ വാട്സാപ്പ് ചെയ്താൽ ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ബുക്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, വലിച്ചു നീട്ടി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, ക്ലാസ്സിലോട്ട് പോവാം. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലോട്ട് എല്ലാവരെയും വെൽക്കം ചെയ്യുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടോ? സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആയേക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് 31 മുതൽ ഉള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 30 വരെയുള്ള ചോദ്യങ്ങൾ ഞാൻ ഓൾറെഡി ഇട്ട് കഴിഞ്ഞേ. 31, പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതകളെ സംബന്ധിക്കുന്ന ഏതാനും പ്രസ്താവനകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവയിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാം? ശരിയായിട്ടുള്ളത് ആദ്യത്തെ പ്രസ്താവന, പിരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിന്റെ വലുപ്പം പൊതുവെ കുറഞ്ഞു വരുന്നു. ശരിയാ. ഒരു പീരിയോഡിക് ടേബിൾ എടുത്താൽ ഇടത്ത് നിന്നും വലത്തേക്ക് പോകുന്തോറും ആറ്റത്തിന്റെ വലുപ്പത്തിന് എന്താ സംഭവിക്കുന്നത്? ആറ്റത്തിന്റെ വലുപ്പം കുറഞ്ഞാണ് വരുന്നത്. കുറഞ്ഞാണ് വരുന്നത്. അപ്പൊ ആദ്യത്തെ പ്രസ്താവന ശരിയാ. രണ്ടാമത്തെ പ്രസ്താവന, പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. കറക്റ്റ് ആണ്. കാരണം ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞു വരുമ്പോൾ ന്യൂക്ലിയസും അതിലെ ഇലക്ട്രോൺസും തമ്മിലുള്ള ആ ഒരു ബോണ്ട് കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ അടുത്തടുത്തല്ലേ വരുന്നത്. അപ്പോൾ ഷെല്ലിന്റെ നമ്പർ കുറഞ്ഞു വരുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഇലക്ട്രോൺസ് ന്യൂക്ലിയസുമായിട്ട് നല്ല കോണ്ടാക്റ്റിലായിരിക്കും. അതായത് ന്യൂക്ലിയർ ചാർജ് കൂടിയാണ് വരുന്നത്. മൂന്നാമത്തെ പ്രസ്താവന, ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജം കുറയുന്നു. ശരിയാ. ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജം കുറയുന്നു. അങ്ങനെയാണെങ്കിൽ ആറ്റത്തിന്റെ വലിപ്പം കുറയുമ്പോഴോ അയോണീകരണ ഊർജം കൂടുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇടത്തു നിന്ന് വലത്തേക്ക് പോകും തോറും അയോണീകരണ ഊർജത്തിന് എന്താ സംഭവിക്കുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ 3 പ്രസ്താവനകളും ശരിയാ. ഓൾ ഓഫ് ദി എബോവ്. ഇതെല്ലാം എന്തിന്റെ കാര്യം പറഞ്ഞേക്കുന്നത്? പീരീഡിന്റെ കാര്യമല്ലേ രണ്ടും പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് ഗ്രൂപ്പിന്റെ കാര്യം നോക്കിയാലോ. ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഈ താഴോട്ടുള്ളതിനെയാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എത്ര ഗ്രൂപ്പ് ഉണ്ട് പീരിയോഡിക് ടേബിളിൽ? 18 ഗ്രൂപ്പാ ഉള്ളത്. ഇങ്ങോട്ടുള്ളതിനെയാ പീരീഡ് എന്ന് പറയുന്നത്. അതായത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ളത്. ആദ്യം എത്ര എണ്ണം ഉണ്ട്? 7. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പം 7 പീരീഡ് അല്ലേ സാധാരണ ഉണ്ടാവുക. അപ്പൊ 7 പീരീഡ് എന്ന് ഓർത്താൽ മതി. നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് എത്രയാണ്? 18. ഇനി താഴോട്ട് വരുന്തോറും, അതായത് ഗ്രൂപ്പിലെ കാര്യം, ഈ പീരിയോഡിക് ടേബിളിലെ ഒരു ഗ്രൂപ്പില് മുകളിൽ നിന്നും താഴേക്ക് പോകുന്തോറും ഷെല്ലുകളുടെ എണ്ണം കൂടിയാ വരുന്നത്. അപ്പൊ ഷെല്ലിന്റെ നമ്പർ കൂടി വരുമ്പം സ്വാഭാവികമായിട്ടും ആറ്റത്തിന്റെ വലിപ്പവും എന്ത് ചെയ്യുന്നു? വർദ്ധിച്ചു വരുന്നു. അപ്പൊ അത് വെച്ച് നമുക്ക് 1-2 കാര്യം പറഞ്ഞൂടെ. ഇപ്പൊ താഴേക്ക് വരുന്തോറും ഒരു ഗ്രൂപ്പില് മുകളിൽ നിന്നും താഴേക്ക് വരുമ്പോ ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു. അപ്പൊ ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജം കുറയുന്നു. അപ്പൊ എന്തോ പറയാം? ഗ്രൂപ്പിലെ മുകളിൽ നിന്നും താഴേക്ക് വരുന്തോറും അയോണീകരണ ഊർജം, അയണൈസേഷൻ എനർജി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നതിനാൽ അയോണീകരണ ഊർജം കുറയുന്നു. അപ്പൊ എന്തോ ഈ അയോണീകരണ ഊർജം, അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഖരാവസ്ഥയിലുള്ള ഒറ്റപ്പെട്ട ഒരാറ്റത്തിന്റെ ബാഹ്യതമ ഷെല്ല്, അതായത് ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഏറ്റവും ദുർബലമായി ബന്ധിച്ചിരിക്കുന്ന ഇലക്ട്രോണിനെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായ ഊർജമാണ് ആ മൂലകത്തിന്റെ അയോണീകരണ ഊർജം. അതായത് ഇപ്പൊ ഒരു ഗ്രൂപ്പില് അവസാനമൊക്കെ വരുമ്പം വലിയ ആറ്റം ആയിരിക്കും.
അപ്പൊ അതിൽ ഔട്ടർ മോസ്റ്റിലിരിക്കുന്ന ഇലക്ട്രോണിനെ എന്താണ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ എനർജിയുടെ ഒന്നും ആവശ്യമില്ല. കാരണം അതിന് ന്യൂക്ലിയസുമായിട്ടുള്ള ബോണ്ട് കുറവായിരിക്കും. കാരണം ഔട്ടർ മോസ്റ്റ് എന്ന് പറയുമ്പോൾ വലിയ ആറ്റം അങ്ങ് ദൂരെ ആയിരിക്കും അവസാനത്തെ ഇലക്ട്രോൺ ഇരിക്കുന്നത്. അപ്പൊ അതിന് ന്യൂക്ലിയസുമായിട്ടുള്ള ബന്ധം കുറവായിരിക്കുമല്ലോ. അപ്പൊ അതിനെ പെട്ടെന്ന് നമുക്ക് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഖരാവസ്ഥയിലുള്ള ഒറ്റപ്പെട്ട ഒരു ആറ്റത്തിന്റെ ബാഹ്യതമ ഷെല്ലിലെ ഏറ്റവും ദുർബലമായി ബന്ധിച്ചിരിക്കുന്ന ഇലക്ട്രോണിനെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായ ഊർജ്ജമാണ് ആ മൂലകത്തിന്റെ അയോണീകരണ ഊർജ്ജം. ഗ്രൂപ്പിലാണെങ്കിൽ അയോണീകരണ ഊർജ്ജം മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പം കുറഞ്ഞാ വരുന്നത്. പക്ഷേ പീരീഡിലാണെങ്കിലോ കൂടിയായിരിക്കും വരുന്നത്. കാരണം ആറ്റത്തിന്റെ വലുപ്പം കുറഞ്ഞല്ലേ വരുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം SCERT-യിലുള്ളതാ കേട്ടോ. ഞാൻ പുറത്തുനിന്ന് ഒന്നും പറഞ്ഞിട്ടില്ല, എല്ലാം SCERT ആണേ. 32. 180 ഗ്രാം ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ജലതന്മാത്രകളുടെ എണ്ണം എത്രയാണ്? ഇത് SCERT കെമിസ്ട്രി 10th സ്റ്റാൻഡേർഡ് കെമിസ്ട്രിയിൽ ഞാൻ തന്നെ ക്ലാസ് എടുത്തതാ. അപ്പൊ 180 ഗ്രാം ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ജലതന്മാത്രകളുടെ എണ്ണം എത്രയാ? 10 × 6.022 × 10⁻23 ആണ് ജലതന്മാത്രകളുടെ എണ്ണം. എങ്ങനെ ഇത് കണ്ടുപിടിക്കുന്നത്? 180 ഗ്രാം ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ജലതന്മാത്രകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 180/18 ചെയ്യുക. 180/18. 18 എന്ന് പറയുന്നത് ഈ ജലത്തിന്റെ മോളിക്കുലാർ മാസ. ജലത്തിന്റെ മോളിക്കുലാർ മാസാണ് 18. അതെങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറയണോ? H2O അല്ലേ ജലം. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 1. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ. പ്ലസ് ഓക്സിജന്റെ അറ്റോമിക് മാസ് എത്രയാ? 16. അപ്പം ഓക്സിജൻ ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ ×1 എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ 1 × 2 2 + 16 = 18. അതായത് ജലത്തിന്റെ മോളിക്കുലാർ മാസ് 18 ആണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് 180 ഗ്രാം ജലം. അപ്പൊ 180 ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് എടുക്കുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? നമ്പർ ഓഫ് മോൾസ് കിട്ടും. 10 അല്ലെ? ക്യാൻസൽ ചെയ്ത് പോകുമ്പോഴത്തേക്കും എത്ര വരും? 10 എന്ന് വരും. 18 10 മോൾ ആണുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര തന്മാത്രകളുണ്ട്? അവഗാഡ്രോ നമ്പറും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. 10 × 6.022 × 10⁻23. നിങ്ങൾ 10th സ്റ്റാൻഡേർഡ് കെമിസ്ട്രിയുടെ ക്ലാസ് പോയി കണ്ടാൽ മതി. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ടേ. 33ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഏതെല്ലാമാണ്? ഇവിടെ ഉത്തരം വരുന്നത് കാൽസിനേഷനും റോസ്റ്റിങ്ങും ആണ്. കാൽസിനേഷനും റോസ്റ്റിങ്ങും ആണ് ഈ സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ. അപ്പൊ എന്തോ ഈ കാൽസിനേഷൻ എന്ന് പറയുന്നത്? കാൽസിനേഷൻ എന്നാൽ വായുവിന്റെ അസാന്നിധ്യത്തിൽ, അതായത് വായുവിന്റെ ആബ്സെൻസിൽ അയിരിനെ അതിന്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയക്കാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ കാൽസിനേഷൻ എന്നാൽ എന്തുവാ? വായുവിന്റെ അസാന്നിധ്യത്തിൽ, വായുവിന്റെ ആബ്സെൻസിൽ അയിരിനെ അതിന്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ. അങ്ങനെയെങ്കിൽ റോസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്തുവാണ്? അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. വായുവിന്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിന്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയ ഏത്? റോസ്റ്റിംഗ്. അപ്പൊ ഈ രണ്ട് പ്രക്രിയ സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കുന്നതാ. ഇത് എവിടെ നിന്നാ എടുത്തേ? 10ാം ക്ലാസ് കെമിസ്ട്രി ലോഹ നിർമ്മാണം എന്ന ചാപ്റ്ററിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ആദ്യത്തെ 1ാമത്തെ ഓപ്ഷനും 3ാമത്തെ ഓപ്ഷനും ഉരുക്കി വേർതിരിക്കലും ലീച്ചിങ്ങും എന്തുവാണ്? ഉരുക്കി വേർതിരിക്കൽ എന്ന് വെച്ചാൽ ലോഹ ശുദ്ധീകരണത്തിന്റെ മാർഗമാ ഉരുക്കി വേർതിരിക്കൽ. ലിക്വേഷൻ എന്ന് പറയും. ലിക്വേഷൻ. ലീച്ചിങ് എന്ന് പറയുന്നത് അയിരിനെ സാന്ദ്രീകരിക്കുന്ന രീതിയാണ്. അതായത് ഫോർ എക്സാമ്പിൾ അലൂമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന രീതിയാണ് ലീച്ചിങ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബോക്സൈറ്റ് സാന്ദ്രീകരിക്കുന്ന രീതി എന്ന് ചോദിക്കും. ലീച്ചിങ് ആണ്. ലീച്ചിങ് വളരെ ഇമ്പോർട്ടന്റ്. PSC ഒരുപാട് വട്ടം എടുത്ത് ചോദിച്ചിട്ടുള്ളതാണ് ലീച്ചിങ്. ഇനി ലോഹ ശുദ്ധീകരണത്തിനുള്ള മാർഗങ്ങളാണ് ഈ പറഞ്ഞ ഉരുക്കി വേർതിരിക്കൽ, ലിക്വേഷൻ, അതുപോലെ സ്വേദനം, ഡിസ്റ്റിലേഷൻ, വൈദ്യുത വിശ്ലേഷണം, ഇലക്ട്രോളിസിസ് എന്നൊക്കെ പറയുന്നത് ലോഹ ശുദ്ധീകരണത്തിനുള്ള മാർഗങ്ങളാണ്. പിന്നെ ഈ ലീച്ചിങ്, അതുപോലെ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ, പ്ലവന പ്രക്രിയ, കാന്തിക വിഭജനം, ഇതെല്ലാം എന്തുവാ? അയിരുകളുടെ സാന്ദ്രീകരണ രീതികളാണ്. ഇത് 4 അപ്പൊ ഇതിലെ പ്ലവന പ്രക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോട്ടേഷൻ. അപദ്രവ്യം സാന്ദ്രത കൂടിയതും, അപദ്രവ്യം എന്ന് വെച്ചാൽ അതിലുള്ള ഇമ്പ്യൂരിറ്റീസ്, അപദ്രവ്യം സാന്ദ്രത കൂടിയതും അയിര് സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോൾ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് പ്ലവന പ്രക്രിയ.
A+3B gives 2C plus താപം. ഈ രാസപ്രവർത്തനത്തിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാം മാർഗങ്ങളാണ് പുരോപ്രവർത്തനം വേഗത്തിലാക്കാൻ സഹായിക്കുന്നത്? ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. അതാണ് ഈ ഒരു സിമ്പിൾ കൊടുത്തേക്കുന്നത്. എ എന്ന് പറയുന്നത് ഗേഷ്യസ് ഫോം, ബി എന്ന് പറയുന്നത് ഗേഷ്യസ് ഫോം, സി എന്ന് പറയുന്നതും ഗേഷ്യസ് ഫോം. അപ്പോൾ പുരോപ്രവർത്തനം വേഗത്തിലാക്കാൻ, പുരോപ്രവർത്തനം എന്ന് വെച്ചാൽ എന്താണ്? അഭികാരകങ്ങൾ ഉൽപ്പന്നങ്ങളായി മാറുന്ന പ്രവർത്തനം. അഭികാരകം എന്ന് വെച്ചാൽ റിയാക്റ്റൻസ് ഉൽപ്പന്നം, പ്രോഡക്ട്സ് ആയി മാറുന്ന പ്രവർത്തനത്തിനെയാണ് പുരോപ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ അതായത് മലയാളം പറഞ്ഞാൽ എന്തുവാണ്? ഫോർവേഡ് റിയാക്ഷൻ സ്പീഡ് ആക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം? മർദ്ദം വർദ്ധിപ്പിക്കാം, പ്രഷർ കൂട്ടാം, അതുപോലെ എയുടെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ ഫോർവേഡ് റിയാക്ഷൻ വേഗത്തിൽ നടക്കും. എയുടെ ഗാഢത വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ only 3 and 4 ആണ് ഉത്തരം. ഇവിടെ ഒന്നാമത്തതില്ലേ സിയുടെ ഗാഢത വർദ്ധിപ്പിച്ച, അതായത് സിയുടെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ തിരിച്ചുള്ള റിയാക്ഷൻ അല്ലേ, എന്ന് വെച്ചാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ അല്ലേ വേഗത്തിൽ നടക്കുന്നത്. അപ്പൊ അത് തെറ്റാണ്. താപനില വർദ്ധിപ്പിച്ചാലോ? താപം ഫോം ചെയ്യുന്നത് ഈ ഭാഗത്താണ്, പ്രോഡക്റ്റിന്റെ സൈഡിലാണ്. അപ്പൊ താപം കൂട്ടിക്കഴിഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ അല്ലേ സ്പീഡിൽ നടക്കുന്നത്. അതും തെറ്റാണ്. അപ്പൊ പുരോപ്രവർത്തനം എന്ന് വെച്ചാൽ ഫോർവേഡ് റിയാക്ഷൻ സ്പീഡിൽ നടക്കാൻ എയുടെ ഗാഢത വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ ബിയുടെ ഗാഢതയും വർദ്ധിപ്പിക്കാം. നമ്മുടെ ഓപ്ഷനിൽ എ അല്ലേ കൊടുത്തേക്കുന്നത്. അതുപോലെ മർദ്ദം വർദ്ധിപ്പിച്ചാലും ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും കൂടുതൽ നടത്തുന്നത്. ഇനിയില്ലേ ഈ ബാക്ക്വേർഡ് റിയാക്ഷൻ, തിരിച്ചുള്ളതിനെ എന്താ പറയാ? ബാക്ക്വേർഡ് റിയാക്ഷൻ. മലയാളം പശ്ചാത് പ്രവർത്തനം എന്ന് പറയും. പശ്ചാത് പ്രവർത്തനം എന്ന് പറയും. അതായത് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് വെച്ചാൽ ഉൽപ്പന്നങ്ങൾ തിരിച്ച് അഭികാരകങ്ങളായി മാറുന്ന പ്രവർത്തനമാണ്. അതായത് ഇങ്ങനെ കാണിച്ചിരുന്ന ഈ ഒരു സിമ്പൽ ഉണ്ടെങ്കിൽ അത് റിവേഴ്സിബിൾ റിയാക്ഷനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഉൽപ്പന്നങ്ങൾ അഭികാരങ്ങളായി മാറുന്ന പ്രവർത്തനത്തെയാണ് പശ്ചാത് പ്രവർത്തനം എന്ന് പറയുന്നത്. ഇനിയില്ലേ ചില പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ മാത്രമേ കാണത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ A+B gives C, അതായത് ഫോർവേഡ് മാത്രമേ ഉള്ളൂ, ബാക്ക്വേർഡ് ഇല്ല. ഇതിനെ പറയുന്ന പേരാണ് ഏകദിശാ പ്രവർത്തനം. അഭികാരകങ്ങൾ എന്ന് വെച്ചാൽ റിയാക്റ്റൻസ് പ്രവർത്തിച്ച് ഉൽപ്പന്നങ്ങളാവുകയും എന്നാൽ ഇതേ സാഹചര്യത്തിൽ ഉൽപ്പന്നങ്ങൾ തിരിച്ച് അഭികാരങ്ങളായി മാറാതിരിക്കുന്നതുമായ രാസപ്രവർത്തനമാണ് ഏകദിശാ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇല്ലേ മൂന്നാമത്തെ ഓപ്ഷൻ മർദ്ദം വർദ്ധിപ്പിക്കുക എന്ന് വെച്ചാൽ ഈ എ ഗേഷ്യസ് ഫോമിലാണ്, ജി എന്നിട്ട ഗേഷ്യസ് ഫോം എന്നാണ് അർത്ഥം. ബി ഗേഷ്യസ് ഫോമിലാണ്, സി ഗേഷ്യസ് ഫോമിലാണ്, അതായത് വാതകാവസ്ഥയിലാണ്. അപ്പൊ വാതകാവസ്ഥയിലുള്ള അഭികാരകങ്ങളുടെ മർദ്ദം വർദ്ധിപ്പിക്കുമ്പോൾ അവയുടെ വ്യാപനം കുറയുകയും ഫലത്തിൽ ഗാഢത വർദ്ധിക്കുകയും ചെയ്യുന്നു. തൽഫലമായി രാസപ്രവർത്തനത്തിന്റെ വേഗത കൂടുന്നു. ഇവിടെ A+3B gives 2C plus താപം എന്നുള്ളത് പുരോപ്രവർത്തനം എന്ന് വെച്ചാൽ എന്താണ്? ഫോർവേഡ് റിയാക്ഷൻ താപമോചക പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് ഇവിടെ പ്രോഡക്റ്റ് സൈഡിൽ താപം ഫോം ചെയ്തത്. എന്ന് വെച്ചാൽ താപത്തെ മോചിപ്പിച്ച് വിടുകയാണ്. അതായത് എക്സോതെർമിക് റിയാക്ഷൻ ആണ്, താപമോചക പ്രവർത്തനമാണ്. അതിനാൽ താപനില കൂട്ടിയാൽ പുരോപ്രവർത്തനം എന്ത് ചെയ്യുന്നു? മന്ദഗതിയിലാകുന്നു. അപ്പോൾ പുരോപ്രവർത്തനം വേഗത്തിലാവാൻ എന്ത് ചെയ്യണം? ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ അനുസരിച്ച്, ലേ ഷാറ്റ്ലിയർ തത്വപ്രകാരം താപനില കുറയ്ക്കുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് താപനില വർദ്ധിപ്പിക്കുന്നു എന്നുള്ള ഓപ്ഷൻ തെറ്റിപ്പോയത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഫങ്ഷണൽ ഐസോമറുകൾ ഏതെല്ലാമാണ്? ഫങ്ഷണൽ ഐസോമേഴ്സ് ഏതെല്ലാം? ഇവിടെ തന്നിരിക്കുന്നതിൽ 1ഉം 3ഉം ആണ് ഫങ്ഷണൽ ഐസോമേഴ്സ്. 1ഉം 3ഉം CH3 CH2OH CH3O CH3 എന്നിവയാണ് ഏതെന്ന് പറയുന്ന ഫങ്ഷണൽ ഐസോമേഴ്സ്. ഇവിടെ ഇല്ലേ ഐസോമെറിസം എന്ന് വെച്ചാൽ എന്താണ്? സെയിം മോളിക്യുലാർ ഫോമുല ആയിരിക്കും. ഇവിടെ സെയിം മോളിക്യുലാർ ഫോമുല, 2 കാർബൺ, ഇവിടെയും 2 കാർബൺ, പിന്നെ ഒരു ഓക്സിജൻ. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 6 ഹൈഡ്രജൻ, ഇവിടെയും 6 ഹൈഡ്രജൻ. അപ്പൊ സെയിം മോളിക്യുലാർ ഫോമുല, അതായത് ഒരേ തന്മാത്രാവാക്യവും വ്യത്യസ്ത ഭൗതിക രാസഗുണങ്ങളോടും കൂടിയ സംയുക്തങ്ങളെയാണ് ഐസോമറുകൾ എന്ന് പറയുന്നത്. ആ ഒരു പ്രതിഭാസത്തെ ഐസോമറിസം എന്നും പറയുന്നു. ഇതിൽ ഫങ്ഷണൽ ഐസോമറുകൾ എന്ന് വെച്ചാൽ സംയുക്തങ്ങളുടെ തന്മാത്രാവാക്യം, അതായത് ഇവയുടെ മോളിക്യുലാർ ഫോം നോക്കുമ്പോൾ സെയിം ആണെങ്കിൽ കൂടി ഫങ്ഷണൽ ഗ്രൂപ്പിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇവിടെ OH ഫങ്ഷണൽ ഗ്രൂപ്പ്, ഇവിടെ O ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യസ്തമാണെങ്കിൽ അവയെയാണ് ഫങ്ഷണൽ ഐസോമറുകൾ എന്ന് വിളിക്കുന്നത്. ഫങ്ഷണൽ ഐസോമറുകൾ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാർബണിന്റെ രൂപാന്തരങ്ങൾ അല്ലോട്രോപ്സ് എന്ന് പറയും. കാർബണിന്റെ രൂപാന്തരങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക.
ഇവിടെ ഫുള്ളറിൻ കാർബണിന്റെ രൂപാന്തരമാണ്. ഫുള്ളറിൻ, ഗ്രാഫൈറ്റ്, ഗ്രഫീൻ. ഫുള്ളറിൻ, ഗ്രാഫൈറ്റ്, ഗ്രഫീൻ. ബി ആണ് ഉത്തരം. ഫുള്ളറിൻ, ഗ്രാഫൈറ്റ്, ഗ്രഫീൻ. ഇപ്പൊ കാർബണിന്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരം ഏതാ? വജ്രമാണ്. വജ്രമാണ് കാർബണിന്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരം. ഫുള്ളറിൻ എന്ന് വെച്ചാൽ പഞ്ചഭുജ ആകൃതിയാണ്. പഞ്ചഭുജം എന്ന് വെച്ചാൽ പെന്റഗൺ ഷേപ്പ്. അതുപോലെ ഷഡ്ഭുജ ആകൃതിയുള്ള വലയങ്ങൾ, പഞ്ചഭുജ ആകൃതിയും അതുപോലെ ഷഡ്ഭുജ എന്ന് വെച്ചാൽ ഹെക്സഗൺ ആകൃതിയിലുള്ള വലയങ്ങളും ചേർന്ന് പൊള്ളയായ ഒരു കാർബണിന്റെ രൂപാന്തരമാണ് ഫുള്ളറിൻ എന്ന് പറയുന്നത്. ഗ്രഫീൻ എന്ന് വെച്ചാൽ ഹെക്സഗൺ ഷേപ്പാണ്. അതായത് ഷഡ്ഭുജ ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന ദ്വിമാന പാളിയാണ് ഗ്രഫീൻ എന്ന് പറയുന്നത്. ഗ്രഫീൻ. അപ്പൊ ഈ രൂപാന്തരങ്ങൾ അല്ലോട്രോപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തുവാ? ഒരേ രാസഗുണമായിരിക്കും, ഒരേ കെമിക്കൽ പ്രോപ്പർട്ടി ആയിരിക്കും, പക്ഷെ വ്യത്യസ്തമായ ഭൗതിക ഗുണങ്ങൾ, വ്യത്യസ്തമായ ഫിസിക്കൽ പ്രോപ്പർട്ടിയോട് കൂടിയ ഒരു മൂലകത്തിന്റെ തന്നെ വിവിധ രൂപങ്ങളെയാണ് രൂപാന്തരങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ കാർബൺ ആണ് ഏറ്റവും കൂടുതൽ രൂപാന്തരത്വം പ്രകടിപ്പിക്കുന്ന മൂലകം. കാർബൺ ആണ് ഏറ്റവും കൂടുതൽ ഈ അലോട്രോപ്പി എന്ന പ്രോപ്പർട്ടി കാണിക്കുന്ന മൂലകം ഏതാ? കാർബണാണ്. ഇനിയില്ലേ ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് എന്ന് വെച്ചാൽ ഈ കാർബണിന്റെ ഏറ്റവും മൃദുവായ ക്രിസ്റ്റലീയ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. കാർബണിന്റെ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ക്രിസ്റ്റലീയ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, UN ജനറൽ അസംബ്ലി ഇന്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിൾ ആയി പ്രഖ്യാപിച്ച വർഷം ഏത്? 2019 UN ജനറൽ അസംബ്ലി ഇന്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിൾ ആയി പ്രഖ്യാപിച്ചത്. 2022 UN അന്താരാഷ്ട്ര വർഷം. എന്താ അതിന്റെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്? എന്തായിട്ടാണ് ആചരിക്കുന്നത്? കൈത്തൊഴിൽ, മത്സ്യബന്ധനം, കൃഷി, സുസ്ഥിര പർവ്വത വികസനം, ഗ്ലാസ്, സുസ്ഥിര വികസനത്തിനായുള്ള അന്താരാഷ്ട്ര അടിസ്ഥാന ശാസ്ത്ര വർഷം എന്നിവയായിട്ടൊക്കെ 2022 ആചരിച്ചു. 2023 ചെറുധാന്യ വർഷമാണ്. 2023. 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷം. അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ് 2024. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഫുള്ളും സയൻസ് തന്നെയാണ് വന്നേക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ SCRT നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ ടീം പുറത്തിറക്കിയ ദ അൾട്ടിമേറ്റ് സയൻസ് മന്ത്ര ബുക്ക് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിലുള്ള വാട്സാപ്പ് നമ്പറിൽ സയൻസ് എന്ന് വാട്സാപ്പ് ചെയ്താൽ മതി. ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ബുക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.